മാത്രമല്ല നമ്മുടെ ബസ്സിൻ്റെ ഇവിടെ ഗ്ലാസ് ഉണ്ടോ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പൊട്ടി. പിന്നെ അതിൻ്റെ അകത്തൂടെ കാറ്റ് കടന്നിട്ട് ഇരിക്കാൻ പറ്റുന്ന വണ്ടിയിൽ ഭയങ്കര തണുപ്പ്. சின்ன வண்டியா? சீட் கம்மி. அது ரெண்டு சார்ஜ் ஏறிடுது. சார்ஜ் பண்ணணுமா? எவ்வளோ நேரம் ஓடும் ஒரு சார்ஜ்? 8 மணி நேரம் ஓடும். ഒരു ഫുൾ ചാർജിൽ 8 മണി നേരം ഓടുന്നു. പൈസയാണെന്ന് തോന്നുന്നു, എനിക്ക് എന്താ തന്നെ അറിയില്ല. ഞാൻ എന്തൊരു സാധനം പറഞ്ഞു, ഇത് കിട്ടി കഴിച്ചോ. 60 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. പുറിയത് ഒരു നിമിഷം ഞാൻ കയ്യിൽ വാങ്ങിക്കാം. താങ്ക് യു. അസ്സലാമലൈക്കും, നമസ്കാരം, വെൽക്കം ടു ദ ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈ കിളമ്പാക്കത്തിലുള്ള MTC, അതായത് ടൗൺ ബസ് സ്റ്റാൻഡ് MTC ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. എൻ്റെ തൊട്ട് പുറകിൽ കോമ്പൗണ്ടിൻ്റെ അപ്പുറത്തായിട്ടാണ് പുതുതായിട്ട് ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ള കളയിഞ്ഞർ മെമ്മോറിയൽ ആ ഒരു ബസ് സ്റ്റാൻഡ് ഉള്ളത്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണെങ്കിലും നമ്മൾ ഇവിടുന്ന് പോകണമെങ്കിൽ ഇതുവഴി പുറത്തേക്ക് കറങ്ങി വേണം പോകാൻ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബസ് ഉണ്ടാവും, ചെറിയ മിനി ബസ്, അതിൽ കയറിയാൽ അവിടെ കൊണ്ടുവിടും. ഫ്രീ സർവീസാണ്. മാത്രമല്ലാതെ ഇവിടെ അപ്പുറത്തൊരു ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുവഴി പോയി കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് ബാറ്ററി കാർ ഉണ്ടാവും. അതിൽ കയറി നമുക്ക് നേരെ ബസ്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവിടും. ആ ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഞാൻ ഇന്ന് യാത്ര ചെയ്യാൻ പോണത് ഇവിടെ നിന്ന് പോയിട്ട് ഇവിടെ ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്ന ഗൂഡല്ലൂർ ബസ്സിന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതും അത് സെയിം ബസ് തന്നെയാണ്. ഇപ്പോൾ ഞാനത് ബുക്ക് ചെയ്തിട്ടുണ്ട് റിട്ടേൺ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് വൈകുന്നേരം പുറപ്പെട്ട് വരുന്ന സമയത്ത് കുറച്ച് ദൂരം വന്നതിന് ശേഷം പിന്നെ രാത്രിയായിരുന്നു. പിന്നെ നമുക്കൊന്നും ഷൂട്ട് ചെയ്യാനോ കാഴ്ചകളാണൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് വൈകുന്നേരം 4:30 എടുക്കുന്ന ബസ് പുറപ്പെട്ട് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അന്ന് മിസ്സായിട്ടുള്ള കാഴ്ചകളൊക്കെ ഇവിടെ നിന്ന് റിട്ടേൺ പോകുമ്പോൾ കിട്ടും. അപ്പോൾ കുറച്ച് ദൂരം അത് ഒന്ന് റെക്കോർഡ് ചെയ്യാം. പിന്നെ ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഒന്ന് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ ഒന്ന് കാണിക്കാം. ഇപ്പോൾ ഇത് MTC ബസ് സ്റ്റാൻഡാണ്. നമ്മൾ മദ്രാസ് സിറ്റിയിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ ഡിസ്റ്റൻസാണുള്ളത്. അപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടുള്ള പാസഞ്ചേഴ്സൊക്കെ ഇവിടെ വന്നിട്ട് സിറ്റി ബസ് പിടിച്ചിട്ട് മദ്രാസ് ടൗണിലേക്ക് പോകണം. അത് കോയമ്പേടുക്കൊക്കെ പോകേണ്ടവരും ഇവിടെ വന്നിട്ടാണ് പോകാൻ പറ്റുള്ളൂ. അതേപോലെ ഇങ്ങോട്ട് വരുന്നവരും അവിടെ നിന്ന് ഇവിടെ വന്ന് ബസ്സിലിറങ്ങിയതിന് ശേഷം ഈ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ബസ് സ്റ്റാൻഡിനകത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ യാത്ര നമ്മളെ SCTC ബസ്സിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 4:30-ക്കാണ്. അപ്പോൾ അതിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മുടെ പ്ലാൻ. ഇപ്പോൾ നമ്മൾ ലിഫ്റ്റ് വഴി നമുക്ക് അകത്തേക്ക് പോകാം. ബസ് പോകുന്നതാണ്, പക്ഷെ നമുക്ക് ലിഫ്റ്റ് വഴി പോകാം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു അണ്ടർ വഴി അതിൻ്റെ ഉള്ളിലൂടെ പോയി കഴിഞ്ഞാൽ എസ്കലേറ്റർ ഉണ്ട്, അതുവഴി നമുക്ക് പോകാൻ പറ്റും. നമ്മൾ ഇവിടെ ഈ ലിഫ്റ്റ് വഴി നമുക്ക് അകത്തേക്ക് പോകാം. ലിഫ്റ്റ് നമ്പർ 9 ഇതിൽ നമുക്ക് കയറിയിട്ട് അകത്തേക്ക് പോകാം. ഇതിലൂടെ നടന്നും വരാം അതിൻ്റെ ഉള്ളിൽ നിന്ന്. നമ്മൾ ലിഫ്റ്റ് വഴി പോയിട്ട് ഇവിടുന്ന് മറ്റൊരു ലിഫ്റ്റ് ഉണ്ട്. ഈ ലിഫ്റ്റിലൂടെ കയറാം. ഇല്ല എങ്കിൽ ഇവിടുന്ന് എസ്കലേറ്റർ ഉണ്ട്, എസ്കലേറ്റർ വഴി പോവാം. പോയി കഴിഞ്ഞാൽ എസ്കലേറ്റർ കയറി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ബസ്സില്ലെങ്കിൽ ഇതുപോലെ ബാറ്ററി വണ്ടികളുണ്ട്, വണ്ടിയിൽ കയറിയിട്ട് അകത്തേക്ക് പോകാം. റൈറ്റ്, சின்ன வண்டியா? சீட் கம்மி. அது ரெண்டு சார்ஜ் ஏறிடுது. சார்ஜ் பண்ணணுமா? எவ்வளோ நேரம் ஓடும் ஒரு சார்ஜ்? 8 மணி நேரம் ஓடும். ഒരു ഫുൾ ചാർജിൽ 8 മണി നേരം ഓടുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ബാറ്ററി കാർ സർവീസ്. ഇതിൽ കയറി കഴിഞ്ഞാൽ നേരെ അതിൻ്റെ അകത്ത് ചെന്നിട്ട് ബസ് നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൻ്റെ അകത്തേക്ക് നമുക്ക് നേരത്തെ പോകാം. പ്ലാറ്റ്ഫോമിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്ത് പ്ലാറ്റ്ഫോമിൽ നോക്കിയിട്ട് ബസ് കയറി അങ്ങനെ പോകാം. ആ ഒരു സൗകര്യമുണ്ട്. ഇപ്പോൾ ഇതേപോലെ ഈ ബാറ്ററി കാറും പിന്നെ ബസ്സും മിനി ബസ്സുമാണ് ഇപ്പോൾ ഇവിടെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അവിടുന്ന് വരുന്ന മിനി ബസ്സുകൾ ഇവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്യും. ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് നടന്നു പോകണം. പക്ഷേ ഈ ബാറ്ററി കാറിലൂടെയാണെങ്കിൽ നേരെ അതിൻ്റെ അകത്തൂടെ കയറി പ്ലാറ്റ്ഫോമിലേക്ക് ചെല്ലാൻ പറ്റും. നേരെ സ്റ്റാൻഡുള്ള പ്രശ്നം അകത്തേക്ക് കയറി ലൈക്ക് എയർപോർട്ട് മാൾ അതേപോലെയാണ് ഇപ്പോൾ ഉള്ളത്. കൂടുതൽ ലഗേജൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് അങ്ങ് പോകാം. പ്ലാറ്റ്ഫോമിൻ്റെ ഒക്കെ നല്ല സെറ്റപ്പ്, നമ്പറുകളൊക്കെ സൈൻ ബോർഡുകളൊക്കെ ഉണ്ടാവും. അതിലൂടെ എങ്ങനെ പോയി അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ഇവിടുന്ന് 6-7 പ്ലാറ്റ്ഫോമിലാണ് ഗൂഡല്ലൂർ, ഊട്ടി, കോയമ്പത്തൂർ ഒക്കെ പോകുന്ന ബസ്സുകൾ. അപ്പോൾ ഏകദേശം സൗത്ത് തമിഴ്നാടിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന എല്ലാ ബസ്സുകളും ഇവിടെ നിന്നാണ് പുറപ്പെടുന്നത്. കൂടാതെ കേരളത്തേക്ക് പോകുന്ന സർവീസ് ഇവിടെ തന്നെയാണുള്ളത്. മീൻസ് എറണാകുളം, ഗുരുവായൂർ അങ്ങനെയുള്ള ബോർഡുകളൊക്കെ ആ ഭാഗത്തേക്കാണുള്ളത്. അതിൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 6-7 ആണ്. അപ്പോൾ ആരിലൊക്കെ വരുവാണെങ്കിൽ അതാക്കിയാൽ മതി. നമുക്ക് ബസ്സിന് ഒരുപാട് സമയമുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് വേണമെച്ചാൽ ഭക്ഷണം കഴിക്കാൻ ഇവിടെ എല്ലാ ഹോട്ടലുകളൊന്നും ഓപ്പൺ ആയിട്ടില്ല, പക്ഷേ 1-2 ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം നമുക്ക്. ഓക്കെ, എന്നെ സാപ്പാട് നമുക്കിവിടെ ഫുഡ് കിട്ടും. പക്ഷേ ഈ സാദം അങ്ങനത്തെ സാധനങ്ങളാണ് ഉണ്ടാവുക. തൈര് സാദം, പുളിസാദം, ലെമൺ സാദം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ. ഇതിപ്പോൾ എന്താ തൈര് സാദം തോന്നുന്നത്, എനിക്ക് എന്താ തന്നെ അറിയില്ല. ഞാൻ എന്തൊരു സാദം പറഞ്ഞു, ഇത് കിട്ടി കഴിച്ചു നോക്കാം. 60 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. കഴിച്ചു നോക്കാം. തൈരാണ്, തൈര് സാദം കഴിച്ചു. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ കഴിച്ചിട്ട് എങ്ങനെ ജീവിക്കുക? ഞാൻ പോയിട്ട് വേറെ എന്തെങ്കിലും ഒന്ന് മേടിക്കട്ടെ. എനിക്കറിയില്ലായിരുന്നു. നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ശേഷമൊക്കെ കഴിക്കണ ഒരു ലഘുഭക്ഷണമല്ലേ, സൈഡ് ഡിഷും അതേപോലത്തെ ഒരു ഫുഡ്. എന്നാലും ഒരു ലെമൺ സാദം കൂടെ മേടിച്ച് കഴിക്കാം. ഒരു ലെമൺ കൂടെ പറഞ്ഞിട്ടുണ്ട്. புரியல ஒரு நிமிஷம் ஸ்பூன் வைங்க என் கையில் வைங்க. താങ്ക്യൂ. അയ്യോ, 2 സ്പൂണ്. അപ്പം ഞാൻ വീണ്ടും ഒരു സാധനം മേടിച്ചു. ഇതിൻ്റെ പേരാണ് ലെമൺ സാദം. ഇത് മേടിച്ചാൽ മതിയായിരുന്നു ആദ്യം തന്നെ. ഒരു ചോറുന്ന ഫീൽ കിട്ടും. ഏതായാലും നോക്കാം എങ്ങനെ ഇരിക്കണ്. ഞാനിപ്പോൾ സാധനം 2 സ്പൂണൊക്കെ ഉണ്ട് ഇതിൽ. കഴിക്കട്ടെ. ഇത് മേടിച്ചാൽ മതിയായിരുന്നു ആദ്യം തന്നെ. ഇതെങ്ങനെയുണ്ട് നോട്ടെ. ലെമൺ സാദാണ്. ഇത് കുഴപ്പമില്ല, കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. അതിൽ ഒഴിക്കണമെന്നായിരുന്നു. അങ്ങനെ സുഹൃത്തുക്കളെ, സമയം 4 മണി കഴിഞ്ഞു. 4:30 നമുക്ക് ഇവിടുന്ന് ബസ്സാണ്. ഇന്ന് ഗൂഡല്ലൂർക്ക് ഞാൻ യാത്ര ചെയ്യാൻ പോവാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത് നമ്മൾ കുറച്ച് ദൂരേ വന്നുള്ളൂ. ഒരു മേട്ടുപ്പാളയം ചോരയിറങ്ങി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പിന്നെ ഇരുട്ടായിരുന്നു. പിന്നെ നമ്മളൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, രാത്രി ആയതുകൊണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ 4:30 പുറപ്പെട്ടിട്ട് ഏകദേശം ഡാർക്ക് ആകുന്നവരെ നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിട്ടേൺ ജേർണിയിൽ നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബസ് ഇത് ഇവിടെ നിൽക്കണ ഈ ബസ്സിനാണ് നമ്മളിന്ന് പോണത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉണ്ടായിരുന്ന കണ്ടക്ടർ തന്നെയാണ് ഉണ്ടായത്. അതായത് മിനിഞ്ഞാന്ന് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഡ്രൈവർ മാത്രം വേറെ ആളാണ്. അപ്പോൾ ഈ ബസ്സിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു അരമണിക്കൂർ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പുറപ്പെടും. നേരെ സേലം വഴിക്ക് അങ്ങനെ പോകും. വന്ന റൂട്ടിൽ തന്നെയാണ് ഇത് തിരിച്ചു പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സേലം വരെയുള്ളൊരു പകൽ വെളിച്ചത്തിൽ കാണാൻ പറ്റുന്ന അത്രത്തോളം കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടത് അങ്ങനെ പോകാൻ ശേഷം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അൾട്രാ ഡിലക്സ് ഗൂഡല്ലൂർ ബോർഡിൽ ഇതിൻ്റെ റൂട്ട് കറക്റ്റായിട്ട് കാണിക്കും. ചെന്നൈ, വിഴുപ്പുറം, സേലം, അവിനാശി, മേട്ടുപ്പാളയം, ഊട്ടി, അങ്ങനെയാണ് ഇതിൻ്റെ റൂട്ട്.
டிராவல்ஸ் அப்புறம் என்ன 8 10 தான் அங்கே அப்போ 9 வாங்கணும் இல்லையா என்ன கணக்கு இது இல்லையா நம்மளது போட்டு வச்சுக்கணும் போட்டேன் நாளைக்கு வந்தால் நான் அவனை போயிட்டுங்க அவனுக்கு 10-11 தான்ப்பா அவனுக்கு இல்லையா நம்மளுக்கு மட்டும் எடுத்து சொல்லிட்டாங்க போடக்கூடாதுன்ட்டான்ப்பா நம்ம எதுக்கு விட்டு வச்சுருங்க அவனுங்க எடுத்து வச்சுக்கிறாங்க சரவணன் போய் ചെന്നൈ സിറ്റീൻ്റെ ഔട്ടറിലാണ്. നമ്മൾ ആ ഔട്ടറിൽ നിന്നാണ് യാത്ര പുറപ്പെടുന്നത് തന്നെ. കാരണം കിളമ്പാക്കം ഔട്ടറിലുള്ളൊരു ബസ് സ്റ്റാൻഡല്ലേ. അവിടെ നമ്മൾ യാത്ര പുറപ്പെട്ടു. സമയം കുറച്ച് വൈകി എടുത്തു. ബസ്സിൽ ആൾ വളരെ കുറവാണ്. ഫുൾ സീറ്റിംഗ് ആയിട്ടില്ല ബസ്സിൽ. അപ്പോൾ അതിൻ്റെ കുറേ നേരം വെയിറ്റ് ചെയ്തു ആളെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ. എന്നതിൻ്റെ ശേഷമാണ് ഇപ്പോൾ പുറപ്പെട്ടത്. അപ്പോൾ പുറപ്പെട്ടതേക്ക് സമയം 5 മണി, അരമണിക്കൂർ വൈകി എടുത്തിട്ടുള്ള. കറുപ്പട്ടി കാപ്പി. ഈ കാപ്പി എല്ലാ സ്ഥലത്തുണ്ട്. കറുപ്പട്ടി കാപ്പി പറഞ്ഞ ഒരു കാപ്പി, അതായത് വെല്ലം ശർക്കരയൊക്കെ ഇട്ടിട്ടുള്ള കറുപ്പട്ടി വെല്ലം ഇട്ടിട്ടുള്ള ഒരു കാപ്പി. 25 രൂപ 30 രൂപയാണ് ഒരു കാപ്പിക്ക് റേറ്റ്. വലിയ വ്യത്യാസമൊന്നുമല്ല കുടിക്കുമ്പോൾ. ചില സ്ഥലങ്ങളിൽ കുടിക്കുമ്പോൾ നല്ല രസമുണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവും. അല്ലാത്തടത്തൊക്കെ കുടിക്കുമ്പോൾ സാധാരണ ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ. ഗുഡുവാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലമാണത്. ചെന്നൈ വിട്ട് ഔട്ടറിലുള്ള സ്ഥലം. ഗുഡുവാഞ്ചേരി, ഗോവിന്ദസ്വാമി എന്നൊക്കെ കേട്ടു ആ നാടാണ്. ഇപ്പം സമയം 5 മണി കഴിഞ്ഞിട്ട് പുറപ്പെട്ടു. നാളെ രാവിലെ 7:30 ഒക്കെ ആവും. 7 മണി 7:30 ഒക്കെ ആവും കൂടലൂരെത്തുമ്പോൾ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ എന്തായാലും വിട്ട് പോകും. ഇടയിലൊന്നും വലിയ ട്രാഫിക് ബ്ലോക്കൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഭയങ്കര ബ്ലോക്കായിരുന്നു ആ ഭാഗത്ത്. അപ്പോൾ അവിടെ തന്നെ ഒരുപാട് നേരം വൈകിയാണ് അങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ പെട്ടെന്ന് എത്തും. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 15 മണിക്കൂറായെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു 12 മണിക്കൂർ 13 മണിക്കൂറൊക്കെ ആവുള്ളൂ. ഒരു 1-2 മണിക്കൂർ ലാഭം ഉണ്ടാവും. പിന്നെ ഇത് ഇവിടുന്ന് പോകുമ്പോൾ മറ്റൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡിൻ്റെ കാര്യമാണ്. രാത്രി ഫുഡ് കഴിക്കാൻ നിർത്തുന്ന ഹോട്ടൽ ഒന്നിനും കൊള്ളില്ലാത്തൊരു ഹോട്ടലായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം യാത്ര ചെയ്തപ്പോൾ അങ്ങനെയായിരുന്നു. ഈ പ്രാവശ്യം എന്താണെന്ന് അറിയില്ല, നോക്കാം. ഫുഡ് സ്ട്രീറ്റ് ബിൽഡിങ്ങിൻ്റെ രണ്ട് കെട്ടണം. ഇൻഫ്രാസ്ട്രക്ചർ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. SRM ഗ്ലോബൽ ഹോസ്പിറ്റൽ. SRM ഗ്ലോബൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൻ്റെ കെട്ടിടമാണ് കാണുന്നത്. SRM ഹോസ്പിറ്റൽ. ഇവിടെ ഒരു പുഴയുണ്ട്. അടിപൊളി കെട്ടിടം. SRM യൂണിവേഴ്സിറ്റി. SRM
SRM ഗ്ലോബൽ. അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി ഇതുവരെ ഫുള്ള് SRM തന്നെ. അതിൻ്റെ ഹോസ്പിറ്റാലിറ്റി, അതിൻ്റെ യൂണിവേഴ്സിറ്റി സ്ഥാപനങ്ങളൊക്കെ, ഏക്കറുകളുടെ സ്ഥലം, കുറേ ദൂരം അവരുടെ കെട്ടിടങ്ങൾ തന്നെയാണ്. നമുക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് മിസ്സായ കാഴ്ചകളാണ് ഇതൊക്കെ, ഈ ഭാഗത്തെ ഈ സ്ഥലങ്ങളൊക്കെ കാണാമെന്നുള്ളത്. ഇവിടെ ഒന്നും അങ്ങനെ ഹെൽമെറ്റ് ആരും വെക്കില്ല. അധികം ആൾക്കാർ ഹെൽമെറ്റിലാകാൻ വേണ്ടി ബൈക്ക്. ഓല മേഞ്ഞ കടകൾ, ഒരു അമ്പലം ഉണ്ട് അതിൻ്റെ അടുത്ത്. പുഴയും പുഴയിലൊരു മലയും, അടിപൊളി. ഇവിടെ ഉണ്ട് പുഴ, അപ്പുറത്തൊരു മല, ഇവിടെ കുറേ കെട്ടിടങ്ങൾ, അതിൻ്റെ അപ്പുറത്തുള്ള റെയിൽവേ. ഒരു ട്രെയിനും കൂടെ വരുന്ന ഒരു വ്യൂ വിഷ്വൽ കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയാണ്. ഇവിടെ ഒരു ടോൾ ഗേറ്റ് ഉണ്ട്. ടോൾ ഗേറ്റ് കഴിഞ്ഞാൽ പിന്നെ 4 വരി പാതയാവാനാണ് സാധ്യത. ഒരു അടിപൊളി കായലുണ്ടല്ലോ. ബസ്സൊക്കെ ഫുൾ കാലിയാണ്, സീറ്റൊക്കെ ഫ്രീയാണ്. എൻ്റെ സീറ്റ് ശരിക്കും ഇവിടെ ഉണ്ട്. ഞാൻ ഇവിടെയാണ് സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഫ്രണ്ടിൽ പോയി ഇരുന്നേ ഉള്ളൂ. കുറച്ച് നേരം അവിടെ നിന്ന് ബസ് പോകുന്നതിന് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഏതാണ് സ്ഥലം? ഇത് ദിണ്ടിവനമാണ്. ദിണ്ടിവനം വലിയ ബ്രിഡ്ജൊക്കെ ഉണ്ട് ഇവിടെ മുകളിൽ. പക്ഷെ ഒരു ഇടുങ്ങിയ സ്ഥലമാണ്. ഭാഗത്തേക്കാണ് റോഡ്.
ഭക്ഷണം കഴിക്കാൻ നിർത്തി ഒരു കടയിൽ സർവണ ഭവൻ. ഞാനത് ഇവിടുന്ന് കഴിച്ചിട്ട് പോകാൻ വിചാരിക്കുന്നു. പിന്നെ വേറെ ഹോട്ടലൊന്നും എവിടെ ഉണ്ടാവില്ല, ഇനി എവിടെ നിർത്തൂല. സമയം എത്ര വെച്ചാൽ 7:20 ഇപ്പോൾ തന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നേരം വെളുത്തോളം നമ്മൾ യാത്ര തന്നെയാണ് യാത്ര. വിശന്ന് കഴിഞ്ഞാൽ പോലും രാത്രിയോട് നമുക്ക് ഭക്ഷണം കിട്ടില്ല, ഇവിടുന്ന് കഴിച്ചിട്ട് പോകാം. പൊറോട്ടയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിക്കാനൊന്നുമില്ല. എന്തൊക്കെയോ സാധം ഉച്ചക്ക് നമ്മൾ കഴിച്ചിട്ട് സെയിം സാധനങ്ങളാണ്. ഞാൻ പൊറോട്ടയാണ് പറഞ്ഞിട്ടുള്ളത്. 2 പൊറോട്ട കഴിച്ചാൽ ചെറിയ പൊറോട്ട ആയിരിക്കും, അത് ചിലപ്പോൾ 3 കഴിക്കേണ്ടി വരും. അത് കഴിച്ചിട്ട് വണ്ടി കയറി ഒറ്റ ഉറക്കം. പൊറോട്ട കൊടുത്തിട്ട് കറി അങ്ങോട്ട് കമിഴ്ത്തിക്കാണ്, മറച്ചും കറി. ഈ തമിഴ്നാട്ടിലോടുള്ള ബസ് യാത്രയിൽ ഏറ്റവും വലിയൊരു ദുരിതം ഭക്ഷണം കഴിക്കൽ തന്നെയാണ് കേട്ടോ. അതിവിടെ വന്ന് ഇങ്ങനത്തെയൊക്കെ ഓരോ ഹോട്ടലിൻ്റെ ഒക്കെ അവസ്ഥ എന്താ കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാണ്ട്. ഞാൻ കഴിച്ച പൊറോട്ടയിൽ 2 പൊറോട്ട ഓർഡർ ചെയ്ത് 2 പൊറോട്ടയിൽ 1 പൊറോട്ട എന്നപ്പോൾ എനിക്ക് മതിയായി. പുറത്തിറങ്ങി ഒരു കോഫി മേടിച്ച് പുറത്തിറങ്ങി കുടിക്കുക. നമ്മളെ ഇഷ്ടത്തിന് എവിടെയും പോകാൻ പറ്റില്ല. ഇവർ ബസ് നിർത്തുന്നത് കഴിച്ചേ പറ്റും, അല്ല പിന്നെ നമുക്ക് വേറെ എവിടെ നിന്നും കഴിക്കാൻ ഒരു വണ്ടി നിർത്തുന്നില്ലല്ലോ. അപ്പോൾ ഇവരൊക്കെ ഒരു ഹോട്ടലുണ്ടാവും, അവിടെ നിർത്തും. അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരു മനസ്സിക്ക് ഇഷ്ടപ്പെടുന്നൊരു ഭക്ഷണം കിട്ടില്ല. വിക്രവാണ്ടി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. വിഴുപ്പുറം, ദിണ്ടിവനം, വിഴുപ്പുറം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളൊരു സ്ഥലമാണ് വിക്രവാണ്ടി. അവിടെയാണ് സ്റ്റോപ്പ്. ഭക്ഷണം കഴിക്കാൻ വേറെ സ്ഥലമൊന്നും ഇല്ലത്രേ, നല്ല ഹോട്ടലൊന്നും ഇല്ലത്രേ. ഇത് അത്രയും നല്ല ഹോട്ടലല്ല.
സുഹൃത്തുക്കളെ ഒരു പരുവത്തിൽ നമ്മളെ ഗൂഡല്ലൂർ എത്തി. രാവിലെ സമയം 7 മണിയായി. ഇപ്പോൾ ഇവിടെ എത്തി. ബസ് ഭയങ്കര തണുപ്പ് കൂടെ ഇറങ്ങിയപ്പോൾ. അത് മാത്രമല്ല നമ്മുടെ ബസ്സിൻ്റെ ഇവിടെ ഗ്ലാസ് ഉണ്ടോ, വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പൊട്ടി. പിന്നെ അതിൻ്റെ അകത്തൂടെ കാറ്റ് കടന്നിട്ട് ഇരിക്കാൻ പറ്റണ്ട വണ്ടിയിൽ. ഭയങ്കര തണുപ്പ്. അതായത് മേട്ടുപാലം കഴിഞ്ഞ ഉടനെ ചുരം കയറി തുടങ്ങുന്ന സമയത്താണ് അവിടെ പൊട്ടിയത്. പിന്നെ കാറ്റ് ഫുള്ളിലേക്ക് കയറിയിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. എന്തായാലും ഇവിടെ എത്തി. അടുത്ത വീട്ടിൽ നമുക്ക് കാണാം. ഓക്കെ, യാത്ര അവസാനിക്കുന്നില്ല. അടുത്തത് നമ്മൾ ഉടനെ വേറെ സ്ഥലത്തേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം. ബൈ.